അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നൊരു ചെമ്മീൻ കറിയുടെ റെസിപ്പിയാണ് കേട്ടോ. ഇന്നലെ രാത്രി ജോലി കഴിഞ്ഞ് വന്നപ്പോൾ കുറച്ച് ചെമ്മീൻ മേടിച്ചുകൊണ്ട് വന്നു കേട്ടോ. അപ്പോൾ ചെമ്മീൻ കറി റെസിപ്പിയിലോട്ട് പോവാം. ആദ്യം ചട്ടി ചൂടാക്കി വെളിച്ചെണ്ണ ഒഴിച്ച് അതിലോട്ട് കറിവേപ്പിലയും ഉലുവയിട്ട് പൊട്ടിക്കുക. അതിനുശേഷം സവാള, ഞാൻ ഒരു 2 സവാള എടുത്തിട്ടുണ്ട്. ഒരു മീഡിയം സവാള 2 സവാള എടുത്തിട്ടുണ്ട്. അതിനെ ഞാൻ കൊത്തിയാണ് അരിഞ്ഞത്. അപ്പോൾ അതിന് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. നന്നായിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചെമ്മീൻ മേടിച്ചുകൊണ്ട് വരുമ്പോഴത്തേക്കും ഞങ്ങൾ റോസ്റ്റൊക്കെ ചെയ്യാറാണ് പതിവ്. ഇന്ന് ഞാനൊന്ന് മാറ്റി പിടിച്ചോളാം, ഒരു ചെമ്മീൻ കറി ആയാലോ എന്ന് വിചാരിച്ച് വെച്ചതാണ് കേട്ടോ. ഇനി അതിലോട്ട് ഒരു 2 പച്ചമുളക് ചേർത്ത് കൊടുക്കുക. ഞാൻ 2 പച്ചമുളകാണ്, കാര്യം മക്കൾ എരി കൂട്ടാത്തത് കൊണ്ട് ഒരു 2 പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. 2 പച്ചമുളകും കൂടെ അതിലോട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇത്തിരി എന്നിട്ട് ഇളക്കി കൊടുക്കുക. ഒരു പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം അതിലോട്ട് അതൊന്ന് നന്നായിട്ടൊന്ന് വഴഞ്ഞ് കിട്ടാൻ വേണ്ടി ഇത്തിരി ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് നന്നായിട്ടൊന്ന് വഴറ്റി കിട്ടാൻ വേണ്ടി ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഇനി അതിലോട്ട് ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി, വെളുത്തുള്ളി, 2 ഉണക്കമുളക് അതും കൂടെ അതിലോട്ട് ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു 4 കുരുമുളകും കൂടെ അതിൽ ഞാൻ ചേർത്തിട്ടുണ്ട് കേട്ടോ, ചതച്ച് വെച്ചിട്ടുണ്ട്. അപ്പം അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതായത് ഇഞ്ചിയും വെളുത്തുള്ളിയും, ഒരു 4 കുരുമുളകും, ഒരു 2 ഉണക്കമുളകും. ഞാൻ എരിവ് പരമാവധി കുറയ്ക്കണം, കാര്യം ഇതിൽ മുളക് പൊടിയൊക്കെ ചേർക്കുന്നത് കൊണ്ട് കുറച്ചാണ് ഇടുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനുള്ള എരിവ് ചേർക്കാൻ കുഴപ്പമില്ല. ഇത് നന്നായിട്ടൊന്ന് മൂക്കട്ടെ. ഇപ്പോൾ നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇനി അടുത്തത് ഒരു 2 തക്കാളി, ഒരു ചെറിയ തക്കാളിയും ഒരു വലിയ തക്കാളിയും കൂടെയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. 2 തക്കാളിയും കൂടെ അരിഞ്ഞത് അതിലോട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ അതിൻ്റെ ആ ഒരു നനവിലും ഒക്കെ കിടന്ന് കുറച്ചും കൂടെ നന്നായിട്ടൊന്ന് ഇതിപ്പോൾ നന്നായിട്ട് ഇളകി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിലിനി ആവശ്യമായിട്ടുള്ള പൊടികൾ ചേർക്കാം നമുക്ക്. ആദ്യം മുളക് പൊടിയാണ് കേട്ടോ. ഞാൻ ഒരു 2 ടീസ്പൂണോളം എടുത്തിട്ടുണ്ട് മുളക് പൊടി. പിന്നെ രണ്ടാമത് മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. മല്ലിപ്പൊടി ഒരു 1.5 ടീസ്പൂണോളം എടുത്തിട്ടുണ്ട്. പിന്നെ പെരുംജീരകപ്പൊടി ഒരു ടീസ്പൂണോളം. പിന്നെ മഞ്ഞൾപ്പൊടി ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് ഇനി ഇളക്കി കൊടുക്കുക. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. വെള്ളമൊന്നും മീത്തരുത് കേട്ടോ. ഈ ഇളക്കുന്ന സമയത്ത് വെള്ളം മീത്തരുത്. ആ പച്ച മണമൊക്കെ അതിൽ കിടന്ന് മാറിക്കോട്ടെ. ഇനി ഞാൻ കഴുകി വെച്ചിരിക്കുന്ന കൊഞ്ചും കൂടെ അതിലോട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കൊഞ്ചിന്ന് വെള്ളം ഇറങ്ങും. അപ്പോൾ ആ വെള്ളത്തിൽ കിടന്ന് ഇതൊന്ന് നന്നായിട്ട് വേവട്ടെ. ഒരു 2 മിനിറ്റ് അതിനൊന്ന് അടച്ച് ആ സമയം ഇത് തേങ്ങ എടുത്ത് ഞാൻ വെച്ചിട്ടുണ്ട്. കുറച്ച് തേങ്ങ, അത് തേങ്ങാപ്പാൽ എടുക്കാൻ വേണ്ടിയാണ്. അത് നമുക്ക് അടിച്ചു മാറ്റാം. കൊഞ്ചിരി ശകലം വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പം ഞാൻ ആവശ്യത്തിനുള്ള വെള്ളം അതിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. തേങ്ങാപ്പാലും റെഡിയായി. തേങ്ങാപ്പാൽ ഇപ്പോഴിതിൽ ഒഴിച്ചു കൊടുത്ത വെള്ളമൊക്കെ ഒരുവിധം വറ്റിത്തുടങ്ങി. ഇനി കുറച്ച് പുളി പിഴിഞ്ഞത് ഒഴിച്ച് കൊടുക്കാം. ചെറിയൊരു പുളിക്ക് വേണ്ടിയാണ്. അപ്പോൾ അതിലോട്ട് പുളി പിഴിഞ്ഞത് ഒഴിച്ചു കൊടുത്തു. അതും കൂടെ കൊഞ്ചിൽ പിടിക്കട്ടെ. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് കറിയിൽ ചേർത്ത് കൊടുക്കാം. ആദ്യം നമ്മൾ ഉപ്പ് കുറച്ച് ചേർത്തിട്ടുണ്ടായിരുന്നു, സവാള വഴങ്ങി കിട്ടാൻ വേണ്ടി. ഇപ്പോൾ ആവശ്യത്തിനുള്ള കറിക്കുള്ള ഉപ്പ് ചേർത്ത് ഇനി തേങ്ങാപ്പാലും കൂടെ അതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. നല്ല തിളവൊക്കെ വന്നിട്ടുണ്ട്. തേങ്ങാപ്പാലും കൂടെ ഒഴിച്ച് നമുക്കിതിന് നന്നായിട്ട് വറ്റിച്ചെടുക്കാം. ഇതൊന്ന് നന്നായിട്ട് തിളച്ചതിന് ശേഷം നമുക്കതിലോട്ട് കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ട് കൊടുക്കാനുണ്ട്. അപ്പോൾ മല്ലിയില ഞാൻ മുന്നേ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതും കൂടെ ഇട്ട് കൊടുക്കാം. മല്ലിയിലയും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഇതിനെ നന്നായിട്ട് അടച്ചു വെച്ച് വേവിക്കാം. ഇതിപ്പോൾ ഞാൻ തുറന്ന് നോക്കിയപ്പോൾ നല്ല തിളയൊക്കെ വന്ന് ഒരുവിധം വറ്റി തുടങ്ങിയിട്ടുണ്ട്.
ഒന്നും കൂടെ അടച്ചു വയ്ക്കാം. ഇപ്പോൾ ചെമ്മീൻ കറി റെഡി ആയിട്ടുണ്ട്, നല്ല രീതിക്ക് വറ്റിയിട്ടുണ്ട്. അപ്പോൾ ചെമ്മീൻ കറി റെഡിയായി. ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.